ഇവിടെ ഒരു പെൺകുട്ടിക്ക് തറയിൽ നിന്നൊരു കല്ല് കിട്ടുകയാണ്. ഉടനെ അവൾ അതെടുത്ത് നോക്കിയതും കല്ലിൽ ഒരു കണ്ണ് കൊത്തി വെച്ചിരിക്കുന്നത് കാണുന്നു. കൂടാതെ അടുത്തൊരു കൽപ്രതിമയും ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കണ്ണിരുന്ന സ്ഥലത്ത് ഒരു ഹോള് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഉടനെ ആ പെൺകുട്ടി അവൾക്ക് കിട്ടിയ കല്ലെടുത്ത് അവിടെ വെച്ചതും ആ പ്രതിമയുടെ വായ തുറന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാണി പുറത്തു വരുന്നു. അപ്പൊ ഇത് കണ്ട പെൺകുട്ടി ആ പ്രാണി ഒരു ഏഞ്ചൽ ആണെന്ന് വിചാരിക്കുകയാണ്. ശേഷം ആ പ്രാണി കാടിന്റെ ഉള്ളിലേക്ക് പറന്നു പോയതും പുറകെ അതിനെ ഫോളോ ചെയ്ത് ആ പെൺകുട്ടിയും പോകുന്നു. അങ്ങനെ അവളെ നടന്നു പോയിക്കൊണ്ടിരുന്നതും എൻലെസ് ആയ ഒരു ഗുഹ പോലെ കിടക്കായിരുന്നു അവിടം. അപ്പൊ വഴിയിൽ വെച്ചൊരു ലേഡി വന്നിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഇതിന്റെ ഉള്ളിൽ പോകാൻ പാടില്ല, പോയ അവിടെ ട്രാപ്പ് ആകുമെന്ന് പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുപോവാണ്. അങ്ങനെ അന്ന് രാത്രി അവൾ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന സമയത്ത് പിന്നെയും ആ പ്രാണി അവളെ തേടി വരികയാണ്. ഉടനെ അവൾ ഒരു ബുക്ക് തുറന്ന് കാണിച്ചിട്ട് നീ ഈ ബുക്കിന്റെ ഉള്ളിലെ ഫേറിയെ പോലെ കാണാനുണ്ടെന്ന് പറയുന്നു. ഇത് കണ്ട പ്രാണി ബുക്കിലെ ഫേറിയെ പോലെ തന്നെ രൂപം മാറുകയാണ്. അങ്ങനെ അവൾ ആ ഫേറിയെ ഫോളോ ചെയ്ത് പാതാളം പോലത്തെ ഒരു സ്ഥലത്തെത്തുന്നു. അവിടെയാണെങ്കിൽ ആടിന്റെ തലയും മനുഷ്യന്റെ ശരീരമുള്ള ഒരു വിചിത്ര ജീവി നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ ആ ജീവി അവളെ നോക്കിയിട്ട് പ്രിൻസസ് എന്ന് വിളിക്കുകയാണ്.